ദോ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കൺജങ്ഷനായിട്ടും ആഡ്വർബായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അത് നമുക്ക് എങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് നോക്കാം. ദോ ഹി വാസ് ആംഗ്രി ഹി ഹെൽപ്ഡ് ഹെർ. ശരിക്കും അത് 2 സെൻറ്റൻസാണ്. ഹി വാസ് ആംഗ്രി ഹി ഹെൽപ്ഡ് ഹെർ. ആ 2 സെൻറ്റൻസിനെ അവിടെ ദോ എന്നുള്ള ഒരു കൺജങ്ഷൻ വന്ന് അതിനെ ഒന്നാക്കി മാറ്റി. ദോ ഹി വാസ് ആംഗ്രി ഹി ഹെൽപ്ഡ് ഹെർ. അർത്ഥം വരുന്നത് അവൻ ദേഷ്യത്തിലായിരുന്നു എന്നാലും അവളെ ഹെൽപ്പ് ചെയ്തു. ഹി വാസ് ആംഗ്രി ഹി ഹെൽപ്ഡ് ഹെർ ദോ. ആ ടോൺ തന്നെ മാറിയല്ലേ. അപ്പോൾ അവിടെ ആഡ്വർബായിട്ടാണ് ദോ വന്നിരിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്നിട്ടും അവളെ ഹെൽപ്പ് ചെയ്തു. ഭയങ്കര എംഫസൈസ് ചെയ്ത് അതിങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര കാഷ്വൽ വേയിലാണ് അത് പറയുന്നത്. ദോ ഹി വാസ് ആംഗ്രി ഹി ഹെൽപ്ഡ് ഹെർ. അവൻ ദേഷ്യത്തിലായിരുന്നാലും അവളെ ഹെൽപ്പ് ചെയ്തു. രണ്ടാമത്തേൽ ഹി വാസ് ആംഗ്രി ഹി ഹെൽപ്ഡ് ഹെർ ദോ. ആ ടോൺ തന്നെ അവിടെ മാറി വരികയാണ്. അവൻ ദേഷ്യത്തിലായിരുന്നു എന്നിട്ടും അവളെ ഹെൽപ്പ് ചെയ്തു. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദോ ഇറ്റ് വാസ് റെയിനിങ് ഐ വെൻറ്റ് ഫോർ എ വാക്ക്. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നാലും ഞാൻ നടക്കാൻ പോയി. അപ്പോൾ അവിടെ കൺജങ്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഭയങ്കര ഫോമലായിട്ട് അത് പറഞ്ഞു പോയി. ഇനി അടുത്തതിൽ ആഡ്വർബായിട്ടാണ് വരുന്നത്. ഇറ്റ് വാസ് റെയിനിങ് ഐ വെൻറ്റ് ഫോർ എ വാക്ക് ദോ. ഭയങ്കരമായിട്ട് മഴ പെയ്യായിരുന്നു എന്നിട്ടും ഞാൻ നടക്കാൻ പോയി.